ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തപാൽ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള നമ്മളെ ക്വിസിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. തീർച്ചയായിട്ടും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തത്, ലോക തപാൽ ദിനം എന്നാണ്? ഒക്ടോബർ 9 ലോക തപാൽ ദിനം. അടുത്തത്, ദേശീയ തപാൽ ദിനം എന്നാണ്? അത് ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനവുമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അടുത്തത്, ഇന്ത്യയിൽ പോസ്റ്റൽ സമ്പ്രദായം നിലവിൽ വന്ന വർഷം എന്ന്? 1837 കേട്ടോ. അടുത്തത്, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ എവിടെയാണ് അച്ചടിക്കുന്നത്? നാസിക്കിലാണ് അച്ചടിക്കുന്നത് കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിൽ പുറത്തിറക്കിയ ആദ്യത്തെ തപാൽ സ്റ്റാമ്പിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം, ദേശീയ പതാകയുടെ ചിത്രവും അതേപോലെ തന്നെ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യവും. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ? എല്ലാവർക്കും അറിയാം അല്ലേ, മഹാത്മാഗാന്ധി. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1947 കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് ഏതാണ്? ഉത്തരം, സിന്ധ് ഡാക്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ദമ്പതികൾ ആരാണ്? ഇതും ഒരുവിധം എല്ലാവർക്കും അറിയാം അല്ലേ, ഗാന്ധിജിയും കസ്തൂർബയും. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ഇതിൽ ഞാൻ ഉത്തരത്തിൽ മാസം തീയതിയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1948 ഓഗസ്റ്റ് 15. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെൻറ്റർ ഏതാണ്? ഉത്തരം, എറണാകുളം. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് പൗസ് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ATM എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം, തിരുവനന്തപുരം. ഇന്ത്യയുടെ പിൻകോഡിൽ എത്ര അക്കങ്ങളുണ്ട്? ഇതിൻ്റെ ഉത്തരം 6 അക്കങ്ങളാണ് ഉള്ളത്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ഏതാണ്? ഉത്തരം, ദക്ഷിണ ഗംഗോത്രി, അന്റാർട്ടിക്കയിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, എല്ലാ ഗ്രാമങ്ങളിലും തപാൽ ഓഫീസുകൾ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം, ഗോവ. പിന്നിൻ്റെ പൂർണ്ണരൂപം? ഉത്തരം, പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇതിൽ ആഡ് ആക്കിയിട്ടുള്ളത്. ഫുള്ളായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വിസ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.